വലൈക്കും വറഹമത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആശങ്ക പോകണമെങ്കിൽ, ഭയം നീങ്ങണമെങ്കിൽ, നിരാശ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മളെ ആരിലേക്ക് ചേർത്ത് താരതമ്യം ചെയ്യണം എന്നത് ഏറ്റവും പ്രധാനമാണ്. സമ്പത്തിലോ മുഖത്തിൻ്റെ രൂപത്തിലോ ഉയർന്നവരിലേക്ക് നോക്കാതെ തങ്ങൾക്കിടയിലെ പാവപ്പെട്ടവരിലേക്ക് നോക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകക്കും വഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക, ഉയർന്നവരിലേക്ക് നോക്കരുത്. അത് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തെ നിസ്സാരമാക്കാതിരിക്കാൻ കാരണമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സമ്പത്തിലോ മുഖത്തിൻ്റെ രൂപത്തിലോ ഉയർന്നവരിലേക്ക് നോക്കുമ്പോഴുണ്ടാകുന്ന നിരാശയും മറ്റും ഒഴിവാകാൻ നമ്മൾ അനുഭവിക്കുന്ന ധാരാളം അനുഗ്രഹങ്ങൾ ആലോചിച്ചു നോക്കുക. ഭക്ഷണം കഴിക്കാനില്ലാതെ ജീവിക്കുന്നവർ, യുദ്ധത്തിൻ്റെ കെടുതികളിൽ ജീവിക്കുന്ന ആളുകൾ, വസ്ത്രങ്ങളും വീടും നാടും ആരോഗ്യവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നു എന്ന ഒരു വിചാരത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ, അതിന് നന്ദി പറയാൻ തന്നെ സമയം തികയാത്തപ്പോൾ, അതിനെങ്ങനെ നന്ദി പറയണമെന്ന് ആലോചിക്കാൻ തന്നെ സമയം കിട്ടാത്തപ്പോൾ, എങ്ങനെയാണ് കൂടുതൽ അനുഗ്രഹം നമ്മൾ ആഗ്രഹിക്കേണ്ടത്? ഈ ലോകം വന്നത് യഥാർത്ഥത്തിലൊരു വഞ്ചനയുടെ വിഭവമാണ്. ഈ ലോകത്ത് ഏതു കാര്യം നമ്മൾ നേടിയെടുത്താലും മരണം എല്ലാറ്റിനെയും മുറിച്ചു കളയും. എന്നാൽ പരലോകത്തെ അനന്തമായ ലോകത്ത് സുന്ദരമായ ഉപജീവനത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ നന്മക്ക് ഉപയോഗിക്കുകയും അതിനെ തിന്മക്ക് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യണം. ഈമാനിലും വിജ്ഞാനത്തിലും നമ്മെക്കാൾ ഉയർന്നവരിലേക്ക് നോക്കണം. സ്വഭാവ സംസ്കാരത്തിൽ ഉയർന്നവരിലേക്ക് നോക്കുക എന്നൊരു സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മൾ നാളെ പരലോകത്ത് വിജയിക്കും. ആർത്തിയും അത്യാർത്തിയും അനാവശ്യവുമൊക്കെ ഒഴിവാക്കി ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ആഗ്രഹിച്ച് ഇവിടെ ജീവിക്കാനുള്ള പരിമിതമായ വിഭവങ്ങളെ മാത്രം നമ്മൾ ശേഖരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് നാളെ പരലോകത്ത് ഉപജീവനത്തിൻ്റെ വിശാലതയുണ്ടാകുമെന്ന് വിവിധ ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇന്നഹു മയ്യത്തഖി, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വയസ്ബിർ, ക്ഷമിക്കുകയും ചെയ്താൽ ഇന്നല്ലാഹ്, നിശ്ചയമായും അല്ലാഹു ലാ യുളീഉ അജ്റ അൽ മുഹ്സിനീൻ, ഇഹ്സാനുള്ളവരെ, നന്മ ചെയ്യുന്നവരുടെ ഒരു പ്രതിഫലത്തെയും അള്ളാഹു വെറുതെയാക്കുകയില്ല. ഓരോ ഇഞ്ചോടിഞ്ച് നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു തആല പ്രദാനം ചെയ്യും. രോഗികളെ സന്ദർശിക്കുക, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുക, ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അവരെ കാണുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അന വൽകാഫിൽ യതീമി ഹകദ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നതും ഇതുപോലെയാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടുവിരലും നടുവിരലും ഉയർത്തി കാണിച്ചു. അതേ രൂപത്തിൽ അങ്ങനെ യതീമിനെ സംരക്ഷിക്കുന്നവരാകാൻ, മിസ്കീനിനെ പരിപാലിക്കുന്നവരാകാൻ, ഫക്കീറിന് ആവശ്യമുള്ളത് നൽകുന്നവരാകാൻ, വിധവകളെ സംരക്ഷിക്കുന്നവരാകാൻ സാധിക്കണം. വിധവകളെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല പകൽ നോമ്പ് നോറ്റതിൻ്റെയും രാത്രി നമസ്കരിച്ചതിൻ്റെയും പ്രതിഫലം നൽകും. അങ്ങനെ രാത്രി നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെയുള്ളവരെ സഹായിച്ചാൽ മതി. ഒരുത്തൻ്റെ വിശപ്പ് മാറ്റുമ്പോൾ വലിയ ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്ന വികാരത്തോടുകൂടി അതിൽ റിയാഇനെ കൂട്ടിച്ചേർക്കാതെ
അത് അള്ളാഹു തന്ന ഒരു തൗഫീഖാണ്, അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. രോഗസന്ദർശനങ്ങളും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും സാമൂഹിക ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആളുകളെ കേൾക്കാനും മനസ്സിലാക്കാനും അവരുടെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യാനും നമുക്ക് സാധിച്ചാൽ വലിയ മാറ്റമാണ് ജീവിതത്തിൽ ഉണ്ടാവുക. അങ്ങനെയുള്ള മാറ്റങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നല്ല രൂപത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനും അത് റിയാ ഇല്ലാതെ ഇഹ്സാൻ അഥവാ നന്മ അള്ളാഹു കാണുന്നുണ്ട് എന്ന വികാരത്തോടുകൂടി പ്രവർത്തിക്കാനും നമുക്ക് സാധിച്ചാൽ വലിയ മാനസിക വിശാലതയും വലിയ ബറക്കത്തും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. അങ്ങനെയുള്ള അത്തരം ആളുകളിൽ ഉൾപ്പെടാൻ പ്രയത്നിക്കണമെന്ന് ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.